ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാനദർശനത്തിന്റെ 10ാമത്തെയും അവസാനത്തെയും ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യത് ഭാസ്യത്തെ തദധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യത്തെ യദധ്യസ്ഥം തദസത് അപി അനധ്യസ്ഥം സദേവ തദ്. യത് ഭാസ്യത്തെ തദധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യത്തെ യദധ്യസ്ഥം തദസത് അപി അനധ്യസ്ഥം സദേവ തദ്. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തെ യത് ഭാസ്യത്തെ തത് അധ്യസ്ഥം ഭവതി, യത് അനധ്യസ്ഥം തത് ന ഭാസ്യത്തെ, യത് അധ്യസ്ഥം തത് അസദ് അപി യത് അനധ്യസ്ഥം തത് സദ് ഏവ ഭവതി എന്നിങ്ങനെ അന്വയിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. ഇനി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. യത് ഭാസ്യത്തെ, യാതൊന്നാണോ ഭാസിക്കപ്പെടുന്നത്, തത് അത് അധ്യസ്ഥം ഭവതി അധ്യസ്ഥമാകുന്നു. യത് അനധ്യസ്ഥം, യാതൊന്ന് അധ്യസ്ഥമല്ലയോ, തത് ന ഭാസ്യത്തെ, അത് ഭാസിക്കുന്നില്ല. യത് അധ്യസ്ഥം, യാതൊന്ന് അധ്യസ്ഥമാകുന്നുവോ, തത് അസദ്, അത് അസത്താകുന്നു. അപി എന്നാൽ യത് അനധ്യസ്ഥം, യാതൊന്ന് അധ്യസ്ഥമല്ലയോ, തത് അത് സദ് ഏവ ഭവതി. സദേവ ഭവതി എന്ന് പറഞ്ഞാൽ സത്തു തന്നെയാകുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. യാതൊന്നാണോ ഭാസിക്കപ്പെടുന്നത് അത് അധ്യസ്ഥമാകുന്നു. യാതൊന്നാണോ അധ്യസ്ഥമല്ലാത്തത് അത് ഭാസിക്കുന്നില്ല. യാതൊന്നാണോ അധ്യസ്ഥമായത് അത് അസത്താകുന്നു. എന്നാൽ അധ്യസ്ഥമല്ലാത്തത് യാതൊന്നാണോ അത് സത്തു തന്നെയാകുന്നു. അധ്യസ്ഥം അനധ്യസ്ഥം ഭാസ്യം അഭാസ്യം എന്നീ 4 സംജ്ഞകളെ നിരുക്തിന്യായത്തിലൂടെ നിർദ്ധാരണം ചെയ്ത് സമർത്ഥിച്ചുകൊണ്ട് ഗുരു ഭാനദർശനം ഉപസംഹരിച്ചിരിക്കുന്നു. നിരുക്തിന്യായം എന്ന് പറഞ്ഞാൽ ഒരു പദം, അതിന്റെ അർത്ഥം എങ്ങനെയാണ് പദത്തെ ഇഴപിരിച്ച്, അല്ലെ ആ പദത്തിന്റെ നിഷ്പത്തി, ആ പദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അപ്പോൾ ആ പദം ഉച്ചരിക്കുമ്പോൾ അതിന്റെ അർത്ഥത്തെ നമ്മൾ ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്നിങ്ങനെയുള്ള ആ ഭാഷാപരമായ ശാസ്ത്രത്തെയാണ് നിരുക്തം എന്ന് പറയുന്നത്. പദനിഷ്പത്തി ശാസ്ത്രം എന്നാണ് അതിന് പറയുക. അപ്പൊ ആ ശാസ്ത്രം നിരത്തി ആ ന്യായയുക്തി വെച്ചുകൊണ്ടാണ് ഗുരു ഇവിടെ അധ്യസ്ഥം അനധ്യസ്ഥം ഭാസ്യം അഭാസ്യം എന്നീ 4 സംജ്ഞകളെ വിശദീകരിച്ചിരിക്കുന്നത്. ഭാസിക്കുന്നതെന്തോ അത് അധ്യസ്ഥമാകുന്നു എന്നും അനധ്യസ്ഥമായത് ഭാസിക്കുന്നില്ല എന്നുമാണ് ശ്ലോകത്തിന്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത ഒന്നിന്റെ തോന്നൽ ജനിപ്പിക്കുന്ന ബോധവൃത്തിയാകുന്നു ഭാസ്യം. അവിദ്യാജന്യമായ വിഭ്രാന്തി മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അധ്യസ്ഥം
അഥവാ ഇല്ലാത്തതിന്റെ പ്രതീതി ബോധം അവിദ്യയാകുന്നു എന്ന് സാരം. അനധ്യസ്ഥം ഭാസിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം സ്വന്തമായ ഉണ്മയുള്ള ഒന്നിന് മറ്റൊന്നാണെന്ന പ്രതീതി ജനിപ്പിക്കുവാൻ സാധ്യമല്ല എന്നാകുന്നു. തെറ്റായ ദൃശ്യപ്രതീതി ജനിപ്പിക്കുന്നതൊന്നും സത്തല്ല എന്നും യഥാർത്ഥ സ്വരൂപവും ഉണ്മാവിശേഷവും ഉള്ളതെന്തോ അതുമാത്രമാകുന്നു സത്ത് എന്നും സമർത്ഥിച്ചുകൊണ്ട് ഭാനദർശനത്തിലെ 10ാമത്തതും അവസാനത്തതുമായ ശ്ലോകം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നു. അദ്വൈത ദർശനത്തെ അടിവരയിട്ട് ബലപ്പെടുത്തുന്ന ദർശനശാസ്ത്രം എന്ന നിലയിൽ ഭാനദർശനത്തെ മനസ്സിലാക്കാവുന്നതാണ്. സ്വയം ജ്യോതിസായ വിശ്വാത്മാവിനു മാത്രമേ സ്വന്തമായ ഉണ്മയുള്ളൂ എന്നും പ്രാപഞ്ചികമായ സർവ്വതും ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിന്റെ വിവർത്തങ്ങളാകുന്നു എന്നുമാണ് ഭാനദർശനവും സിദ്ധാന്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.